ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വോട്ടിംഗ് ലൈൻസൊക്കെ ക്ലോസ് ചെയ്തായിരുന്നു. അതിനുശേഷം നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ് ആണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ജിൻഡോ കപ്പ് തൂക്കിയെന്ന്. എടോ കിട്ടി, ഇനിയൊന്നും പറയാനില്ല. ഞാനിപ്പോൾ കുറേ ഫാൻസ് ആർമി ഗ്രൂപ്പ്സിലെ വോയിസും കാര്യങ്ങളൊക്കെ കേട്ടു. വളരെ മോശമായ രീതിയിൽ സ്റ്റിൽ ജിൻഡോനെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. കുറേ യൂസ് ചെയ്യാൻ പറ്റാത്ത ടേംസിൽ ജിൻഡോനെ പേരുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എന്തായാലും കിട്ടി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അടുത്ത സീസണിൽ നിങ്ങൾ അടുത്ത ആളെ സപ്പോർട്ട് ചെയ്യുക, അയാൾക്ക് കപ്പ് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുക, അല്ലാണ്ട് ഇങ്ങനെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇനി സെക്കൻഡും തേർഡും ആരാണെന്ന് കൺഫേം ആയിട്ടില്ല, ആകുമ്പോഴേക്കും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ജിൻഡോ തന്നെയാണ് ടൈറ്റിൽ വിന്നർ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നെ ഈ ഫാൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ പേര് പറഞ്ഞ് വന്നിട്ടല്ല ഈ കമൻറ്റ് ഇടുന്നതും ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ ആർമി പേജിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന തെറ്റിന് നിങ്ങളുടെ കണ്ടസ്റ്റൻ്റ് ആയിരിക്കും അനുഭവിക്കുന്നത്, അതും കൂടി മനസ്സിലാക്കുക. ഇപ്പോൾ സിജോ ആർമി, അർജുൻ ആർമി, ഈ സിജോക്കും അർജുനൊക്കെ മേ ബി നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും, വ്യക്തികളായിരിക്കും, നമുക്ക് പേഴ്സണലി ആരും അറിയില്ല. പക്ഷേ നിങ്ങൾ ഈ ഫാൻസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പഴി കേൾക്കുന്നത് അവരാണ്. ഇപ്പോൾ സിജോയുടെ ആർമിയിലൊക്കെ ജിൻഡോനെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അക്സെപ്റ്റബിളായ രീതിയിലല്ല അവർ സംസാരിക്കുന്നത്. അതൊക്കെ സിജോനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഫാൻസ് ഓർക്കുക. പല ആർമികളുടെയും ലീക്ഡ് ഓഡിയോസും മെസ്സേജസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളതൊന്നും പബ്ലിഷ് ചെയ്യാത്തത് ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ ബേസ് ചെയ്താണ് ഈ ആർമീസൊക്കെ വരുന്നത്. അപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ പേർപ്പസ്ഫുള്ളി അവരുടെ ഫാൻസ് കാരണം ഡീഗ്രേഡിങ് ഉണ്ടാവരുതെന്നുള്ള ഓർത്തിട്ടാണ് നമ്മളിത് പുറത്ത് വിടാത്തത്. സോ പ്ലീസ്, ഇനിയെങ്കിലും ഷോ കഴിഞ്ഞു, പിന്നെ നല്ല രീതിയിൽ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. ഇപ്പോൾ വീഡിയോസ് ഇടുന്നവരായാലും, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരായാലും ഇനി കഴിഞ്ഞു. ഇപ്പോൾ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് നല്ലത് പറയുക. ആഫ്റ്റർ ഓൾ ഈ കണ്ടസ്റ്റൻസ് എല്ലാം പല പല സിറ്റുവേഷൻസിൽ കൂടി കടന്നു പോയിട്ട് ഫൈനലി അവർക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന നിലയിലാണ് ഇതിലേക്ക് വന്നു ചേർന്നത്. അവരുടെ ഭാഗത്തുനിന്ന് പല തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ ഇനി മറന്നും അവർക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈഫ് ഇതിന് ശേഷം ഉണ്ടാവും. അത് ഓർത്തിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയാൻ. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ അതൊരിക്കലും മറ്റുള്ളവരുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാവരുത്. കാരണം ഇതിലെ ഓരോ കണ്ടസ്റ്റൻസിനും പല രീതിയിൽ തിരിച്ച് ഇപ്പോൾ വന്നു കഴിയുമ്പോൾ മറുപടി പറയാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യാണ്ട് ആർക്കും ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം എല്ലാവരും ഹാൻഡിൽ ചെയ്യാൻ. സോ ബിഗ് ബോസ് ഇസ് ഫൈനലി ഓവർ. ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് ഇനിയും ഉണ്ടാവും, അതായിട്ട് നമ്മൾ വരും. പക്ഷേ ഈ സീസൺ 6 ഒഫീഷ്യലി ഇവിടെ എൻഡ് ആവുകയാണ്. ഇതിൻ്റെ ടൈറ്റിൽ വിന്നർ മറ്റാരുമല്ല, ജിൻഡോ തന്നെയാണ്.